എല്ലാവർക്കും അക്കാഡമി ഓഫ് ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് എന്ത് എന്ന് പറയുന്നത്. അതായത് ഇറേ ഓഫ് വൺ പാർട്ടി ഡൊമൈൻസ്. എന്താകുന്നു? ഇറേ ഓഫ് വൺ പാർട്ടി ഡൊമൈൻസ്. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചു നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചു നിർത്തിയ കാര്യങ്ങൾ നമുക്കറിയാം. ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങൾ രൂപീകരണം വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്. അത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. എന്ത് എന്ന് പറയുന്നത്, എങ്ങനെയാണ് സ്റ്റേറ്റുകളുടെ രൂപീകരണം, അതേപോലെ സ്റ്റേറ്റിൻ്റെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റുകളെല്ലാം രൂപം കൊണ്ടത്. അത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയതായിരുന്നു എന്ത്, ഈ സ്റ്റേറ്റ് രൂപീകരിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടി രൂപീകരിച്ചു. 14 സ്റ്റേറ്റുകളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു രൂപം കൊണ്ടത്. അതിനോടൊപ്പം ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെ ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. അതായത് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഒന്ന് ഉത്തർപ്രദേശും മറ്റൊന്ന് ആന്ധ്രാപ്രദേശും. ഈ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നും പിന്നീട് ആന്ധ്രാപ്രദേശിൽ നിന്നും പിന്നീട് തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റ് രൂപം കൊണ്ടു 2014. ഉത്തർപ്രദേശിൽ നിന്നും ഹരിതപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പുതിയ സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇപ്പോഴും പല മേഖലകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ടും നമുക്ക് ആ ചാപ്റ്ററിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇത്രയും ഭാഗങ്ങളാണ് ആ ചാപ്റ്ററുമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ന് പറയുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ വൃത്തിയായി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ഉൾപ്പെടെ വായിച്ച് പഠിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുക. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇയറുകളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് രൂപീകരണം, ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ടത് എന്നുകൂടി ഓർത്തു വെച്ചോണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. എന്താണ് രണ്ടാമത്തെ യൂണിറ്റ്? രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് ഇറേ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. എന്താണ് ഇറേ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്? അതായത് ഒരു ഏകകക്ഷി മേധാവിത്വം. അതായത് ഇന്ത്യയിൽ ഒരു ഏകകക്ഷി മേധാവിത്വം എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഏകകക്ഷി മേധാവിത്വം നമുക്ക് തന്നെ അറിയാവുന്നതാണ്. 1757 മുതൽ, അതായത് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന തുടക്കത്തിലൂടെ 1947 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പീരീഡ് ആയിരുന്നു. എന്തായിരുന്നു? ബ്രിട്ടീഷ് പീരീഡ്. ഓർത്തിരിക്കുക, 1757 മുതൽ 1947. ഇതാണ് ഇവിടെ നോക്കിയേ, 1757 മുതൽ 1947 വരെയുള്ള കാലഘട്ടം എന്താണ്? ബ്രിട്ടീഷ് പീരീഡ് ആണ്. എന്താണ്? ബ്രിട്ടീഷ് കാലഘട്ടം. നമുക്കറിയാം, ബ്രിട്ടന്റെ ഭരണകാലഘട്ടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധത്തിലൂടെയാണ്. പ്ലാസി യുദ്ധത്തിലൂടെ 1947 വരെ പ്ലാസി യുദ്ധം തുടങ്ങുകയും 1947 വരെ ഭരണകാലഘട്ടം നീണ്ടു നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഏകദേശം 2 നൂറ്റാണ്ടോളം ആ ഭരണകാലഘട്ടം ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത. ഓർത്തിരിക്കേണ്ട കാലഘട്ടം. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇറേ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. നമുക്ക് അറിയാം, വൺ പാർട്ടി ഡോമിനൻസ് എന്താകുന്നു? ഒരു ഏക പാർട്ടിയുടെ ഒരു മേധാവിത്വം എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്ത്? നമുക്കറിയാവുന്നതാണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം നമുക്കറിയാം. എന്നാൽ അതിനുശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫസ്റ്റ് ഇയറിൽ വിശദമായി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് സൈൻഡ് ഓൺ 26 നവംബർ 1949. 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏകദേശ രൂപം തയ്യാറായി കഴിഞ്ഞിരുന്നു. എന്നാൽ കമ്മിങ് ടു ഇഫക്റ്റ് ഓൺ 26 ജാനുവരി 1950, 1950 ജാനുവരി 26 ഒഫീഷ്യലായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഓർത്തിരിക്കേണ്ടതാണ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ അറിയപ്പെടുന്ന പേര് നമുക്കറിയാവുന്നതാണ് റിപ്പബ്ലിക് ഡേ. എന്താകുന്നു? റിപ്പബ്ലിക് ഡേ. അതേ കാലഘട്ടത്തിൽ തന്നെ, അതായത്
1950 1950 തന്നെ രൂപം കൊണ്ടതാണ് എന്ത് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഏത് കമ്മീഷനാണ്? 1950 രൂപം കൊണ്ട കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. ഓർത്തിരിക്കാം. 1950 നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ത് 1950 ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ജാനുവരി 26 എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ എന്ന രൂപത്തിൽ അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഇത് ഭരണഘടന നിലവിൽ വന്നതുകൊണ്ടാണ് എന്ത് പറയപ്പെടുന്നത്? റിപ്പബ്ലിക് ഡേ. അതേ കാലഘട്ടത്തിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ജാനുവരി 1950. ഇതേ വർഷത്തിൽ ഇതേ മാസം രൂപം കൊണ്ട കമ്മീഷന്റെ പേരാകുന്നു എന്ത് എന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്താകുന്നു? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരിയിലാണ്. ഓർത്തിരിക്കേണ്ട കാര്യമാണ്. 1950 ജനുവരിയിൽ രൂപം കൊണ്ട കമ്മീഷന്റെ പേരാകുന്നു എന്ത് എന്ന് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് എന്ത് ബിൽഡിംഗ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ രൂപീകരണം ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ എന്ത് അതായത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തു വേണം? ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. എന്താകുന്നു? ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണം. ആ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഡെമോക്രസി എന്നത് വളരെ ജനകീയമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളായിരുന്നു. ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത്? അതായത് തെരഞ്ഞെടുപ്പുകൾ, അതായത് ഇലക്ഷൻസ് എന്നത്. അപ്പൊ ഇലക്ഷൻ കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ എന്തു വേണം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ഒരു സ്വതന്ത്രമായ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി മാസമാണ് എന്ത് നിലവിൽ വരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 ജനുവരി മാസം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണർ ഓർത്തിരിക്കേണ്ടതാണ്. നോക്കിയേ, സുകുമാർ സെൻ. സുകുമാർ സെൻ വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതല ഏറ്റത് ആരാകുന്നു? സുകുമാർ സെൻ ആണ്. ആരാണ്? സുകുമാർ സെൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 ജനുവരിയിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ സ്വതന്ത്രമായ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണർ ആരാകുന്നു? അതായത് സുകുമാർ സെൻ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി. ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷവും മാസവും പഠിച്ചു കഴിഞ്ഞു. അതിലെ ആദ്യത്തെ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ. ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ അതിനു മുമ്പ് തൊട്ടു മുമ്പ് പറഞ്ഞാണ് ഒരു വൺ പാർട്ടി ഡോമിനൻസ് എന്ന ഒരു ടേം പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞു 1757 മുതൽ 1947 വരെ ബ്രിട്ടീഷ് പീരീഡ് ആണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ പാർട്ടികൾ എങ്ങനെയാണ് ഭരണം നടത്തിയത് അതിന്റെ പ്രത്യേകത. അപ്പൊ വൺ പാർട്ടി ഡോമിനൻസിൽ ഓർത്തിരിക്കേണ്ടതാണ് 1952. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 1957. നെക്സ്റ്റ് ഓർത്തിരിക്കേണ്ടത് 1962. 3 പ്രധാനപ്പെട്ട ഇയറുകൾ. അതിന്റെ കൂടെ തന്നെ ഒരു ഇയർ കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? 1947. നമുക്കറിയാം 1947 ഇന്ത്യയിൽ എന്ത് നടന്നിട്ടില്ല? ഇലക്ഷൻ നടന്നില്ല. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് അധികാരം കൈമാറിയപ്പോൾ 1947 നമ്മൾ നമ്മുടെ ഭരണം ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത ഇല്ലായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ജനറൽ ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടം ഓർത്തിരിക്കണം 1951 to 1952. അതായത് 1951 മുതൽ 1952 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓർത്തിരിക്കേണ്ടത് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951 മുതൽ 52 വരെയാണ്. 52-ൽ എന്ത് ചെയ്തു? ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നു.
ഇതാണ് അവിടെ മുതൽ 52, 57, പിന്നെയുള്ള 62. ഈ ഒരു 3 കാലഘട്ടത്തെയാണ് വൺ പാർട്ടി ഡോമിനൻസ് പീരീഡ് എന്ന് പറയുന്നത്. എന്താകുന്നു? വൺ പാർട്ടി ഡോമിനൻസ് പീരീഡ്. അതായത് 52, 57, 62. അതായത് 52-ലും 57-ലും 62-ലും വൺ പാർട്ടി ഡോമിനൻസ് പീരീഡ് ആയിരുന്നു. അതായത് എന്തുകൊണ്ടായിരിക്കാം? അതായത് ഏകകക്ഷി മേധാവിത്വം, അതായത് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടാതിരുന്ന സമയത്ത്, അതായത് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു ഈ 52-ലും 57-ലും 62-ലും ഇന്ത്യയുടെ ഭരണം നിയന്ത്രിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് ഭാഗമായിട്ട് അധികാരത്തെ നിയന്ത്രിച്ചത് 52-ലും 57-ലും ആര് തന്നെയായിരുന്നു? കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. ഇതാണ് ഒരു ഏകകക്ഷി മേധാവിത്വ കാലഘട്ടമായിരുന്നു 52-ലും 57-ലും 62. ഓർത്തിരിക്കേണ്ട കാലഘട്ടമാണ് 52, 57, 62. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് പോവുകയാണ്. ജാനുവരി 26 നമുക്ക് അറിയാവുന്നതാണ്. 1950 എന്ന് പറയുന്ന ഡേറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് റിപ്പബ്ലിക് ഡേ ആണ്. അതേ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ട കമ്മീഷന്റെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത പോയിന്റ് എന്തായിരുന്നു? നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്ത്? സുകുമാർ സെൻ വാസ് ദി ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണറായിട്ട് എന്താണ്? സുകുമാർ സെൻ ആണ് വന്നത്. അതിനുശേഷം എന്താ പറഞ്ഞത്? 3 പ്രധാനപ്പെട്ട ഇയർ 52, 57, 62. ഈ 3 കാലഘട്ടത്തിലും ഇന്ത്യയുടെ ഭരണം എങ്ങനെയായിരുന്നു? വൺ പാർട്ടി ഡോമിനൻസ് ആയിരുന്നു, ഏകകക്ഷി മേധാവിത്വം. ഒരു പാർട്ടിക്ക് മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയാണ് എന്ത് ചെയ്തത്? ഇന്ത്യയെ ഭരിച്ചതെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഇലക്ഷൻ കമ്മീഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ്? ഒരു ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദ ഇലക്ഷൻ കമ്മീഷൻ ഫൗണ്ട് ദാറ്റ് കണ്ടക്ടിങ് എന്താണ് എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വാസ് ഫാർ ഫ്രം. എന്താകുന്നു? ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താകുന്നു? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി, ഒരുപാട് ഡ്യൂട്ടികൾ ഉള്ള ഒരു കമ്മീഷനാകുന്നു എന്ത് എന്ന് പറയുന്നത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് പേഴ്സണലി നമ്മൾ പറയുകയാണെങ്കിൽ, എങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്തെന്ന് ചോദിച്ചാൽ പറയുന്നത് എന്തോ അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുള്ള ജോലി, ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് എന്ത് എന്ന് പറയുന്നത്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. അതെവിടെ മുതൽ? നാഷണൽ ലെവൽ മുതൽ ലോക്കൽ ബോഡി വരെയുണ്ട്. ആ ലോക്കൽ ബോഡിയിൽ നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്ത് എന്ന് പറയുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെ സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസും ഡ്യൂട്ടീസിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമുക്കത് എന്താണ് ഈ വർഷം പഠിക്കാനില്ല. ഇലക്ഷൻ കമ്മീഷനിലെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്, മറ്റ് പ്രത്യേകതകളിലേക്ക് പോകുന്നത്. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. അതായത് 1952-ൽ 52-ൽ നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? ഈ ഇലക്ഷനിലേക്ക് പോയപ്പോൾ അതിന് ചില പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ 14 lakhs വുമൺ വോട്ടേഴ്സ്, ഏകദേശം 40 ലക്ഷത്തോളം വനിതാ വോട്ടർമാർ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്ത് എന്ന് പറയുന്നത്? ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 1951 to 52, 51 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യ പോയിന്റാണ് 40 ലക്ഷത്തോളം എന്തുണ്ടായിരുന്നു? വനിതാ വോട്ടർമാർ ഉള്ള കാലഘട്ടമായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 17 crore eligible voters to elect about എത്ര ആകുന്നു? 3200 MLAs, ഏകദേശം
3200. ഒത്തിരിക്കുക എത്രയാണ്? 3200 MLA. ഒത്തിരിക്കുന്നതാണ്. ഏകദേശം 3200 MLA തിരഞ്ഞെടുക്കേണ്ടതും ഇതിൽ നിന്നുമായിരുന്നു, ഈ ഒരു എലിജിബിൾ വോട്ടേഴ്സിൽ നിന്നും. അതായത് 17 കോടി കണക്കിന് വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അതിൽ നിന്നും എത്ര പേരെ? 3200 MLA എന്ത് ചെയ്യണം? ഇലക്ട് ചെയ്യണം. ഒരു ഡ്യൂട്ടിയാണ്. അപ്പം അതിനു മുമ്പ് പറഞ്ഞത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. 40 കോടി എന്താകുന്നു? വനിതാ വോട്ടർമാരാണ്. ആ വനിതാ വോട്ടർമാരോട് ഉൾപ്പെടെയാണ് ഇവിടെ പറയുന്നതാണ് 17 കോടി എന്നൊരു കണക്ക്. അതിൽ നിന്നും എത്ര പേരെ തിരഞ്ഞെടുക്കണം? 3200 MLA. അതേപോലെ തന്നെ അടുത്ത ഒരു നമ്പറാണ് ഓർത്തിരിക്കേണ്ടതാണ്. 489 MP തിരഞ്ഞെടുക്കണം. ഓർത്തിരിക്കുകയാണ്. 489 MP തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയായിരുന്നു ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ടതാണ് ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയായിരുന്നു? 1952 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമായിരുന്നു എന്ന് പറയുന്നത് ഈ പറഞ്ഞ 40 ലക്ഷത്തോളം വനിതാ വോട്ടർമാരും 17 കോടി യോഗ്യതയുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഏകദേശം 3200 MLA 489 MP തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായിരുന്നു ആദ്യത്തെ ഇലക്ഷനിലെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. നമുക്കറിയാം, ഇന്നത്തെ പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല. ബാലറ്റ് പേപ്പറിലൂടെയായിരുന്നു ആദ്യത്തെ ഗവൺമെന്റ് എന്തു ചെയ്തത്? അധികാരത്തിലെത്തിയത്. ഇരുമ്പ് പെട്ടികൾ പോലെയുള്ള സംവിധാനങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത്. ഇതൊക്കെ അന്നത്തെ ഇലക്ഷൻ സംവിധാനത്തിന്റെ ഒരു പശ്ചാത്തലമായിരുന്നു. അപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചസ് കൂടിയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് തെരഞ്ഞെടുപ്പൊക്കെ നടന്ന സമയത്ത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ പറയുകയുണ്ടായി, നമ്മുടെ ഇലക്ഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും? ഒരു പൂർണ്ണമായ പരാജയമായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം? ലിറ്ററസി റേറ്റ് ഒക്കെ വളരെ കുറവുള്ള ഒരു രാജ്യത്ത് ഒരു ഡെമോക്രസിയുടെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നതാണ് വിദേശ രാജ്യങ്ങൾ എന്ത് ചെയ്തത്? നമുക്ക് നൽകിയ മുന്നറിയിപ്പ്. പക്ഷെ ആ മുന്നറിയിപ്പിനെയൊക്കെ നമ്മൾ അതിശക്തമായി ഒരു വെല്ലുവിളി പോലെ സ്വീകരിക്കുകയും ആ വെല്ലുവിളിയെ വളരെ ഇഫക്റ്റീവായി സക്സസ് ആക്കി എടുക്കാനും നമുക്ക് ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓർത്തിരിക്കേണ്ടതാണ്. 1952 ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ. സെക്കൻഡ് നമുക്കറിയാം ഓരോ 5 വർഷം കൂടുമ്പോഴാണ്. ഇതിനിടയ്ക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ മുൻകൂട്ടി അല്ലെങ്കിൽ 5 വർഷം തികയുന്നതിന് മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. അതൊക്കെ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ 52, സെക്കൻഡ് 57, തേർഡ് 62. ഈ 3 കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ 3 കാലഘട്ടത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന മേധാവിത്വം ആയതുകൊണ്ട് ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേര് വൺ പാർട്ടി ഡോമിനൻസ് എന്നാണ്. അല്ലെങ്കിൽ വൺ പാർട്ടി ഡോമിനൻസ് പീരീഡ് എന്തായിരിക്കും? ഒരു ഏകകക്ഷി മേധാവിത്വ കാലഘട്ടമാണ്. എന്താകുന്നു? ഒരു ഏകകക്ഷി മേധാവിത്വ കാലഘട്ടമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആദ്യം പഠിച്ചത് എന്തായിരുന്നു? അതായത് ഇലക്ഷൻ കമ്മീഷന്റെ പശ്ചാത്തലം പഠിച്ചു. അതിന്റെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയിരുന്നു. അതേപോലെ തന്നെ പറയപ്പെടുന്നത് ആദ്യത്തെ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. അതേപോലെ തന്നെ നമ്മുടെ വൺ പാർട്ടി ഡോമിനൻസിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം ബ്രിട്ടീഷ് പീരീഡ് ആയിരുന്നു. 1757 മുതൽ 1947 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് പീരീഡ് ആയിരുന്നു. അതിനുശേഷമാണ് 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ എന്നത് 51-52 ആയിരുന്നു. അത് നമ്മൾ പഠിച്ചു.
പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമാണ് 40 ലക്ഷം വനിതാ വോട്ടർമാരും 17 കോടി എന്താണ് ജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ആരൊക്കെയാണ് 3200 നമുക്ക് പ്രധാനപ്പെട്ട MLA-മാരും 489 MP-മാരെയും തിരഞ്ഞെടുക്കേണ്ട ഡ്യൂട്ടിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇതായിരുന്നു ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നോട്ടിലൂടെ പഠിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഉള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ വായിച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ.